ഉച്ചയ്ക്ക് 12:45 നോക്കിയിരിക്കും. അത്രയ്ക്ക് വിശപ്പാണ് കേട്ടോ. ചില ദിവസമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു മഴക്കാലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. വേഗം ഒരു മണിയാകുമ്പോഴത്തേക്കും വേഗം 5 മിനിറ്റ് വരെ ശരിക്കും സ്കൂളിൽ നിന്ന് ഇവിടെ എത്താൻ, പിന്നെ സൈൻ ഔട്ട് ചെയ്ത് ആരെങ്കിലും കണ്ട കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് എങ്ങനെയായാലും 1 മണിക്ക് എത്തും കേട്ടോ. വേറെ മീറ്റിങ്സും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അന്ന് കുളിച്ച് ഉടുപ്പൊക്കെ മാറ്റി നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പം ഞാൻ മുരിങ്ങയില തളിരില ഇട്ടിട്ട് ചോറ് വേവിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ടിട്ട്. അതിൽ നിന്നൊരു പിടി എടുത്തു. പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു വഴുതനങ്ങ എന്തൊക്കെയോ ചുട്ടിട്ട് എന്തൊക്കെയോ ചെയ്യണം. പക്ഷേ ഞാൻ അരി വേവിച്ചതിൻ്റെ കൂടെ കുഞ്ഞ് വഴുതനങ്ങയായിരുന്നു. അപ്പോൾ അത് 2 പുഴുങ്ങിയെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഞെരടി ഉപ്പിട്ടിട്ട് അതെടുത്തിട്ടോ. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടില്ലാതെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വാഴക്കുടപ്പനൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും തീരുമെന്ന് എനിക്ക് തോന്നാനുള്ള കേട്ടോ, അത്രയും വലിയൊരു കുടപ്പനായിരുന്നു. പിന്നെ അവിയലുണ്ട്. ഇതൊക്കെ തീരണമെങ്കിൽ മിക്കവാറും ഒരു 1-1.5 ആഴ്ച എടുക്കും. ഉച്ചയ്ക്ക് മാത്രമേ ചോറ് ഉണ്ടാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ മുരിങ്ങയുടെ തളിരില ഇട്ടിട്ട് ചോറ് വേവിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും കേട്ടോ. അതിട്ടുമ്പോൾ നമുക്ക്, പക്ഷേ മറ്റേ ഇല ഇടുവാണെങ്കിൽ, മൂത്ത ഇല ഇടുവാണെങ്കിൽ ചെറിയ കയ്പ്പുണ്ടാവും. പക്ഷേ തളിരില ടെൻഡർ ലീവ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്ര കയ്പൊന്നും ഫീൽ ചെയ്യത്തില്ല. വി ക്യാൻ ഈറ്റ് ദ സ്റ്റെം ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂട്ടി ഉച്ചക്കത്തെ ലഞ്ച് സൂപ്പറാക്കി കേട്ടോ. ഇനി ഒന്ന് ഉറങ്ങണം.